കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ഞാൻ ലാലാപ്രസാദ്. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 1000-ഓളം സ്ത്രീകൾ ഭഗവാന്റെ ഈ ഒരു മഹാപുണ്യമായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയുമായിട്ട് ഇവിടുത്തെ നിർമ്മാല്യം കഴിഞ്ഞ് മുതൽ ഇവിടെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഈ ഒരു മനോഹര കാഴ്ചയാണ്. ഷട്ടിലെ ഏകാദശിയും കൂടെയാണ്. ഈ ഒരു ഏകാദശി ദിവസത്തിൽ ഇത്രയും വളരെ മനോഹരമായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ നിർമ്മാല്യത്തിന് തന്നെ ഭഗവാൻ നല്ല മനോഹരമായി മഞ്ഞപ്പട്ടയ്ക്ക് ചേർത്ത് ആ ഒരു മനോഹര കാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു വർണ്ണാഭമായ ഈ ഒരു കാഴ്ചയായിരുന്നു ഇപ്പോൾ കാണുന്നത്. ഇന്ന് ജനുവരി 25-ാം തീയതിയാണ്. ഷട്ടിലെ ഏകാദശിയും കൂടെയാണ്. ഈ ഒരു മഹാപുണ്യ ദിനത്തിലാണ് ഇത്രയും മനോഹരമായിട്ട് ഭഗവാന്റെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിൽ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പുണ്യഭൂമിയിൽ ഇത്രയും 1000-ഓളം സ്ത്രീജനങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ് ഇവര്. അപ്പം അത്രയും ആയിട്ടുള്ള ഭക്തിയോടുകൂടി
ആ ഒരു നാമജപത്തോടു കൂടി നിൽക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണിപ്പോൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ അവതാരങ്ങളിൽ 3 അവതാരങ്ങളും നരസിംഹമൂർത്തിയും ശ്രീകൃഷ്ണനും ശ്രീ പത്മനാഭസ്വാമിയും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്നതല്ല. അത്രയും ചൈതന്യം ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ക്ഷേത്രം, വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഒരുപാട് ഡിവോട്ടീസ് ഓൺലൈനിൽ എല്ലാവർക്കും ഈ ഒരു മനോഹര കാഴ്ച ഞാൻ കാണിക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു ഏകാദശി ദിവസവും ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് ആ വൈഷ്ണവ ചൈതന്യം ശ്രീ പത്മനാഭസ്വാമി ഭഗവാന്റെ ആയിട്ടുള്ള ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ വളരെ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഭഗവാന്റെ കിഴക്കേനടയിൽ നിന്ന് എത്രയോ ഏകദേശം നമ്മുടെ ഈ കോട്ട ഈസ്റ്റ് കോട്ടയുടെ പുറം വരെ പുറത്ത് വരെ പോകുന്ന അത്രയും ഭക്തജനങ്ങൾ ഭക്തരാണ് ഈ ഒരു പ്രാർത്ഥനയുമായിട്ട് നിൽക്കുന്നത്.